ഹായ് ഓൾ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലേ. അതിലെ അടുത്ത സെഷൻ നോക്കാം. അറ്റ് ദി ഇക്വേറ്റർ ദ എമൗണ്ട് ഓഫ് ഡിപ്പ് ഇൻ ഡിഗ്രീസ്. ഇക്വേറ്ററിൽ ഡിപ്പിൻ്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 90 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. അപ്പോൾ ഡിപ്പ് വാല്യൂ ഇക്വേറ്ററിലാണെങ്കിൽ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇക്വേറ്ററിലെയാണ്. ഓപ്ഷൻ എ 0 ഡിഗ്രിയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ലൈൻസ് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈക്വൽ ആവുന്ന ഇടത്തോടെ പോകുന്ന ലൈൻസിനെ, ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്ഷൻ എ ഐസോഗോണിക്, ഓപ്ഷൻ ബി അഗോണിക്, ഓപ്ഷൻ സി ഐസോക്ലിനിക് ലൈൻ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിലേതാണ്? ദ ലൈൻസ് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈക്വൽ ആണെങ്കിൽ അതിൽ കൂടെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ ഐസോഗോണിക് ലൈൻസ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ 0 മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഗോണിക് ലൈൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോറി. The vertical wells provided along the banks of a river to draw groundwater in dry season are called. അപ്പോൾ ഈ വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ റിവറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വെർട്ടിക്കൽ വെൽസ് കൺസ്ട്രക്ട് ചെയ്യും. സോ ദാറ്റ് എന്താണ്, ഈ റിവറിൽ നിന്നുള്ള വെള്ളം വെൽസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ വെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പൺ വെൽ, ഓപ്ഷൻ ബി ട്യൂബ് വെൽസ്, ഓപ്ഷൻ സി ആർട്ടീഷ്യൻ വെൽസ്, ഓപ്ഷൻ ഡി ഇൻഫിൽട്രേഷൻ വെൽസ്. അപ്പോൾ ഈ വെൽസിൻ്റെ പേരെന്താണ്? ഇൻഫിൽട്രേഷൻ വെൽ എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഇൻഫിൽട്രേഷൻ വെൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വാട്ടർ കൺസപ്ഷൻ പെർ ക്യാപിറ്റ പെർ ഡേ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ഈസ്. ഇപ്പോൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കുന്ന വാട്ടർ കൺസപ്ഷൻ എത്രയാണ്? പെർ ക്യാപിറ്റ പെർ ഡേ എത്രയാണ്? ഓപ്ഷൻ എ 85 ലിറ്റേഴ്സ്, ഓപ്ഷൻ ബി 100 ലിറ്റേഴ്സ്, ഓപ്ഷൻ സി 135 ലിറ്റേഴ്സ്, ഓപ്ഷൻ ഡി 110 ലിറ്റേഴ്സ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം എത്ര വാട്ടർ കൺസംഷൻ ആണ് പറഞ്ഞേക്കുന്നത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട്? 135 ലിറ്റേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഷണ്ടിങ് സിഗ്നൽ ഇഫ് ദ റെഡ് ബാൻഡ് ഈസ് ഹൊറിസോണ്ടൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഇപ്പോൾ റെഡ് ബാൻഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിനർത്ഥം ഓപ്ഷൻ എ സ്റ്റോപ്പ്, ഓപ്ഷൻ ബി പ്രൊസീഡ് കോഷ്യസ്ലി, ഓപ്ഷൻ സി പ്രൊസീഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ചേക്കുന്ന പോലെ റെഡ് ബാൻഡ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിനർത്ഥം സ്റ്റോപ്പ് എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? പ്രൊസീഡ് സ്ലോ ഫോർ ഷണ്ടിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പാണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാക്ക് അസംബ്ലി യൂസ്ഡ് ഫോർ ഡൈവേർട്ടിംഗ് ട്രെയിൻ ഫ്രം വൺ ട്രാക്ക് ടു അനദർ. ഒരു ട്രാക്കിൽ നിന്നും മറ്റൊരു ട്രാക്കിലേക്ക് ട്രെയിനിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രാക്കിൻ്റെ അസംബ്ലിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ ടേൺ ഔട്ട് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ടേൺ ഔട്ട്, ഓപ്ഷൻ ബി ക്രോസിംഗ്, ഓപ്ഷൻ സി ജംഗ്ഷൻ, ഓപ്ഷൻ ഡി പോയിന്റ്. ഏതാണ്? ടേൺ ഔട്ട് ആണ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിഫൈൻഡ് ഏരിയ ഓഫ് ദി എയർപോർട്ട് ടു അക്കോമഡേറ്റ് എയർക്രാഫ്റ്റ്സ് ഫോർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ്, പാർക്കിംഗ്, റീഫ്യൂവലിംഗ് എക്സെട്ര ആർ നോൺ ആസ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, അവിടെ എന്താണ് ചെയ്യുക? ഈ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് ആൻഡ് പാസഞ്ചേഴ്സിനെ ലോഡ് ചെയ്യാനും കാർഗോസ് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ എയർപ്ലെയിൻ എവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്യുക? നമ്മുടെ എയർപോർട്ടിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് പ്ലേസ് ചെയ്യുക. ആ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ റൺവേ, ഓപ്ഷൻ ബി ടാക്സി വേ, ഓപ്ഷൻ സി ഏപ്രൺ, ഓപ്ഷൻ ഡി ഹാങ്ങർ. എവിടെയാണ് വരിക? ഏപ്രൺ ആണല്ലേ. ഓപ്ഷൻ സി ഏപ്രണിലാണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ഫോർ ദി സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ മൾട്ടി സ്പാൻ ബ്രിഡ്ജ് ആർ നോൺ ആസ്. ഒരു മൾട്ടി സ്പാൻ ബ്രിഡ്ജിലെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഓപ്ഷൻ എ അബട്ട്മെൻറ്റ്, ഓപ്ഷൻ ബി പിയേഴ്സ്, ഓപ്ഷൻ സി വിങ് വാൾ, ഓപ്ഷൻ ഡി റീറ്റെയിനിങ് വാൾ. ഇതിനകത്ത് ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, പിയേഴ്സ് ആണ് വരിക. ഓപ്ഷൻ ബി ആണ്, പിയർ ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്മോൾ ബ്രിഡ്ജ് ഹാവിംഗ്
total length of 6 meter or less between the faces of the abutments is known as. അപ്പോൾ അബട്ട്മെൻറ്റ്സ് അതായത് നമ്മുടെ ഇതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം 6 മീറ്റർ, അതായത് ഒന്നെങ്കിൽ 6 മീറ്റർ അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ കുറവ് സ്പാൻ വരുന്ന സ്മോളസ്റ്റ് ബ്രിഡ്ജ്, അതിൻ്റെ എന്താണ് ആ അബട്ട്മെൻറ്റിൻ്റെ ഫേസസിന് ഇടയിൽ വരുന്ന ആ ഒരു ബ്രിഡ്ജിനെ നമ്മൾ എന്താ വിളിക്കുക? കൾവേർട്ട് എന്നാണല്ലേ വിളിക്കുക. ഓപ്ഷൻ എ കൾവേർട്ടാണ് കറക്റ്റ് ആൻസർ. ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നേക്കുന്നത്? കൾവേർട്ട്, ഓപ്ഷൻ ബി സ്ലൂയിസ്, ഓപ്ഷൻ സി വിങ് വാൾ, ഓപ്ഷൻ ഡി കോഫർ ഡാം. നമുക്കറിയാം ചെറിയ ബ്രിഡ്ജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൾവേർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പാൻ 6 മീറ്ററിൽ കുറവായിരിക്കും. ഓക്കെ, അടുത്ത The granular material spread on the formation of a railway track for the sleeper to rest upon is known as. അതായത് നമുക്കറിയാം നമ്മളെ ട്രാക്ക് ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ഗ്രാനുലാർ മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ട്രാക്ക് ലേ ചെയ്യുക. അപ്പോൾ ആ ഒരു ഗ്രാനുലാർ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്ലീപ്പർ, ഓപ്ഷൻ ബി റെയിൽ, ഓപ്ഷൻ സി ബലാസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാസ്റ്റ് എന്ന് പറയുന്നത്, ഗ്രാനുലാർ മെറ്റീരിയൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോഡ് അലൈൻമെൻറ്റ് ഈസ്, റോഡ് നമ്മൾ അലൈൻമെൻറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? ഇറ്റ്സ് പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ ദി സെൻട്രൽ ലൈൻ ഓഫ് ദി റോഡ് ആൻഡ് പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ ക്രോസ് സെക്ഷൻ, പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ ക്രോസ് സ്ലോപ്പ് ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിനകത്തിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? റോഡ് അലൈൻമെൻറ്റ് ഈസ് ദ പൊസിഷൻ ഒക്കുപ്പൈഡ് ബൈ സെൻട്രൽ ലൈൻ ഓഫ് ദി റോഡ്. ഓക്കെ, സോറി, റോഡിൻ്റെ അലൈൻമെൻറ്റ് വരുന്നത് നമ്മൾ ആ റോഡിൻ്റെ സെൻട്രൽ ലൈൻ നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ റോഡ് അലൈൻ ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഈസ് കോൾഡ്. ഇപ്പോൾ ഡോറിൻ്റെ ഷട്ടർ ഫ്രെയിം അറിയാമല്ലോ, ഈ ഷട്ടർ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റൈൽ എന്നാണ് അല്ലേ. ഓപ്ഷൻ എ സ്റ്റൈലാണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ ടോപ്പ് റെയിലുണ്ട്, അത് ഇൻ്റർമീഡിയറ്റ് റെയിൽസ് ആണ് ഇതൊക്കെ. പിന്നെ ബോട്ടം റെയിലുണ്ട്, ഇതെല്ലാം ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ്. ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കപ്പിൾഡ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ സ്പാൻസ്. നമ്മൾ ഓരോ റൂഫിനും ഓരോ സ്പാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്പാൻ കപ്പിൾ റൂഫാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പാൻ പറയുന്നത് 3.5 മീറ്റർ അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ കുറവായിരിക്കും. 3.5 മീറ്റർ അല്ലെങ്കിൽ ഓർ ലെസ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ചെയിൻ സർവേയിങ് എ ടൈ ലൈൻ ഈസ് പ്രൊവൈഡഡ്. ടൈ ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ടൈ ലൈൻ. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ടു ചെക്ക് ദ ആക്യുറസി ഓഫ് ദ സർവേ ലൈൻ, ടു ടേക്ക് ഓഫ്സെറ്റ്, ടു അവോയ്ഡ് ലോങ് ഓഫ്സെറ്റ് ഫ്രം ദി ചെയിൻ ലൈൻ, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചെയിൻ ലൈൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈ ലൈൻ കൊടുക്കുന്നത് നമ്മുടെ ചെയിൻ ലൈനിൽ നിന്നും ലോങ് ഓഫ്സെറ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോങ് ഓഫ്സെറ്റുകളുടെ പ്രസൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടു അവോയ്ഡ് ലോങ് ഓഫ്സെറ്റ് ഫ്രം ദി ചെയിൻ ലൈൻ, അതാണ് നമ്മൾ ടൈ ലൈൻ കൊടുക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാങ്കുലർ സെക്ഷൻ ഓഫ് എ ചാനൽ ദ ഡെപ്ത് ഈസ് കെപ്റ്റ്. എന്താണ്? റെക്ടാങ്കുലർ സെക്ഷൻ്റെ കേസിൽ മോസ്റ്റ് എക്കണോമിക്കൽ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിഡ്ത്തിൻ്റെ പാതിയായിരിക്കും. വിഡ്ത്തിൻ്റെ അല്ലെങ്കിൽ വിഡ്ത്ത് നമ്മൾ ബി ആയിട്ട് എടുക്കുക, വിഡ്ത്തിൻ്റെ പാതിയായിരിക്കും. അപ്പോൾ എന്താണ്? ഹാഫ് ദ വിഡ്ത്ത് ആണ് അല്ലേ, ഹാഫ് ദ വിഡ്ത്ത് എന്നാണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If h is the depth of water retained by a vertical wall, the height of center of pressure above the bottom. അറിയാവുന്നതാണ്. h ഹൈറ്റ് ആണെങ്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ബോട്ടത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും ഹൈറ്റ് ഓഫ് ദി പ്രഷർ? എത്രയായിരിക്കും? താഴെ നിന്നും h/3 ഡിസ്റ്റൻസിലായിരിക്കില്ലേ? h/3 ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇൻ എയർ. ഹ്യൂമിഡിറ്റി ഇൻ എയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എയർ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ആ എയർ കണ്ടന്റിൽ എത്രത്തോളം മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് നിർത്താൻ, ക്യാപ്ചർ ചെയ്ത് നിർത്താൻ പറ്റും, അതിനെയാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയാം. സോ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഇൻ എയർ ഡിക്രീസസ് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്. ഓപ്ഷൻ ബി ഇൻക്രീസസ് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്. ഓപ്ഷൻ സി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമ്മുടെ എയർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എയറിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അതായത് എയർ ബിക്കംസ് തിന്നർ.
അപ്പോൾ ഈ എയറിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ആ എയറിന് മോയ്സ്ചർ കണ്ടൻറ്റ് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിക്ക് എന്ത് പറ്റും? കുറവായിരിക്കില്ലേ? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കുറവായിരിക്കും. സോ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിക്രീസസ് അറ്റ് ദി ഹയർ ഓൾട്ടിറ്റ്യൂഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിക്കൻസ് ഫോർമുല ഫോർ ഹൈ ഫ്ലഡ് എസ്റ്റിമേറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി ഫോർ ദ കാച്ച്മെൻറ്റ് ഇൻ ഇന്ത്യ. നമ്മളിത് പഠിക്കുന്നതാണ്. ഡിക്കൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾക്ക് ഫ്ലഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡിക്കൻസ് ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി നോർത്ത് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിറ്റൻഷൻ പീരീഡ് ഫോർ എ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ വാട്ടർ ടാങ്ക് ഈസ് യൂഷ്വലി. പ്ലെയിൻ സെഡിമിനേഷൻ ടാങ്കിൻ്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ എ 4 to 8 hours, ഓപ്ഷൻ ബി 8 to 16 hours, ഓപ്ഷൻ സി 16 to 24 hours, ഓപ്ഷൻ ഡി 24 to 36 hours. എത്രയായിരിക്കും വരിക? 4 to 8 hours ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സോയിൽ വിച്ച് കണ്ടെയ്ൻസ് ഫൈനസ്റ്റ് ഗ്രെയിൻ പാർട്ടിക്കിൾസ്. അപ്പോൾ ഏറ്റവും ചെറിയ തരികളുള്ള സോയിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ കോഴ്സ് സാൻഡ്, ഓപ്ഷൻ ബി ഫൈൻ സാൻഡ്, ഓപ്ഷൻ സി സിൽട്ട്, ഓപ്ഷൻ ഡി ക്ലേ. ഏതായിരിക്കും? ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള സോയിലിനെയാണ് നമ്മൾ ക്ലേ എന്ന് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. റെയ്നോൾഡ്സ് നമ്പർ ഈസ് ദ റേഷ്യോ ഓഫ് ഇനേർഷ്യ ഫോഴ്സ് ടു. നമുക്കറിയാം ഇനേർഷ്യ ഫോഴ്സ് ടു എന്താണ്? ഇനേർഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. റെയ്നോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. ഓയിലർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ പ്രഷർ ഫോഴ്സ് ആണ്. ഫ്ലൂയിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വെബർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ സർഫസ് ടെൻഷൻ ആണ്. അപ്പോൾ ഈ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, FM പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റെയ്നോൾഡ് നമ്പർ ചോദിച്ചേക്കുന്നു. ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ് ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ തിയോഡലൈറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിംഗ്. നമുക്കറിയാം തിയോഡലൈറ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഹൊറിസോണ്ടൽ ആംഗിൾസ് ഒള്ളി, വെർട്ടിക്കൽ ആംഗിൾസ് ഒള്ളി, ലീനിയർ മെഷർമെന്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. ഏതാണ്? തിയോഡലൈറ്റ് വെച്ചിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ മെഷർമെന്റ്സും എടുക്കാം, വെർട്ടിക്കൽ ആംഗിൾ മെഷർമെന്റ്സും എടുക്കാം. അപ്പോൾ രണ്ടും എടുക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആൻറ്റി സൈഫണേജ് പൈപ്പ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ. ആൻറ്റി സൈഫണേജ് പൈപ്പ് നമ്മൾ ഉപയോഗിക്കാത്തത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 pipe സിസ്റ്റം, ഓപ്ഷൻ ബി 2 pipe സിസ്റ്റം, ഓപ്ഷൻ സി സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ വെർട്ടിക്കലി കൊടുക്കുന്ന പൈപ്പിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ നമ്മൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തേക്കാണ്. അവിടെ ആൻറ്റി സൈഫണേജ് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ യൂസ് ചെയ്യാത്ത എവിടെയാണ്? സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് ആൻ അൺസേഫ് സ്ട്രക്ചർ. ഒരു അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അണ്ടർ പിന്നിങ്, ഓപ്ഷൻ ബി സ്കഫോൾഡിങ്, ഓപ്ഷൻ സി ഷോറിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് വരിക? ഷോറിങ് ആണ് വരിക അല്ലേ. ഇപ്പം നമ്മളിപ്പം ഒരു ഫിഗർ കാണിച്ചാൽ ഇപ്പം ഇതേപോലെ നമ്മുടെ സേഫ് അല്ലാത്ത ഒരു സ്ട്രക്ചറിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതാണ് ഷോറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് മാറ്റണം. സ്റ്റേബിൾ അല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഈ ബിൽഡിംഗ് അതേപോലെ നിർത്തിക്കൊണ്ട് ഫൗണ്ടേഷൻ കുറച്ചും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അണ്ടർ പിന്നിങ്. അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ വർക്ക്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കഫോൾഡിങ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് റേക്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന റേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി സ്ട്രക്ചർ റിക്വയർഡ് ടു സപ്പോർട്ട് അൺസേഫ് സ്ട്രക്ചർ. അതെന്താണ് വരിക? ഷോറിങ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഷോറിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.